പക്ഷെ എൻ്റെ പൊന്നു മോനെ ഞെട്ടിക്കുന്ന ഒരു കണക്കാണ് പുറത്ത് വന്നത്. നമ്മൾ ഇത്രയും നാൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ജസ്പ്രീത് ബുംറ ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് വിജയം ഉറപ്പാണ്. ഇന്നിപ്പം മൂന്നാം ടെസ്റ്റ് ലോർഡ്സിൽ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ബുംറ ഉണ്ടല്ലോ, ഇംഗ്ലണ്ട് തീർന്നു എന്നാണ്. പക്ഷേ കണക്കുകൾ പറയുന്നത് അതല്ല കേട്ടോ. ജസ്പ്രീത് ബുംറ ഡെബ്യൂട്ട് ചെയ്തതിന് ശേഷമുള്ള ഇന്ത്യയുടെ റിസൾട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. അതായത് 46 ടെസ്റ്റാണ് ജസ്പ്രീത് ബുംറ കളിച്ചത്. അതിൽ 20 കളി ഇന്ത്യ ജയിച്ചു, 22 തോറ്റു, 4 ഡ്രോ. 43.47 ജസ്പ്രീത് ബുംറ കളിക്കുമ്പോൾ ഇന്ത്യയുടെ വിജയ ശതമാനം. 20 കളി ജയിച്ചു, 22 കളി തോറ്റു. ഇനി ജസ്പ്രീത് ബുംറ ഡെബ്യൂട്ട് ചെയ്തതിന് ശേഷം ജസ്പ്രീത് ബുംറ കളിക്കാത്ത കളികളുണ്ടല്ലോ, അത് 27 ഉള്ളത്. 19 ഇന്ത്യ ജയിച്ചു, വെറും 5 മാത്രമേ തോറ്റിട്ടുള്ളൂ, 3 ഡ്രോ. വിജയ ശതമാനമാണ് ഞെട്ടിക്കുന്നത്, 70.37%. ജസ്പ്രീത് ബുംറ കളിച്ചാൽ 43%, ജസ്പ്രീത് ബുംറ കളിക്കാതിരുന്നാൽ 70%. ഇന്ത്യയുടെ വിജയം എന്ന്. എന്തുവാണ് ഇത്? അതൊരു ഭയങ്കര കണക്കായി പോയിട്ടോ. സംഭവം ഇതിൻ്റെ കുറേ ന്യായീകരണങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ജസ്പ്രീത് ബുംറ കളിക്കാത്ത അധിക ടെസ്റ്റും ഇന്ത്യയിലാണ്. ഇന്ത്യൻ വിക്കറ്റുകൾ പറയുമ്പോൾ സ്പിൻ വിക്കറ്റുകളെ കൂടുതലായിട്ട് പിന്തുണയ്ക്കുന്നതാണല്ലോ. അപ്പോൾ അവിടെയാണ് അധികം ജസ്പ്രീത് ബുംറ കളിക്കാത്തത്. ആ ഇന്ത്യൻ വിക്കറ്റുകളിൽ അധികം ഇന്ത്യ ജയിച്ചിട്ടുമുണ്ട്. ആ ശതമാനമാണ് 70 എന്നിങ്ങനെ മുഴച്ചു നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. സംഭവം കുറേയൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ കണക്കുകൾ നോക്കുമ്പോഴേ നമ്മൾ ജസ്പ്രീത് ബുംറയെ മാത്രം ആശ്രയിക്കേണ്ട കാര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ. കഴിഞ്ഞ കളി കണ്ടില്ലേ, ആകാശ് ദീപും സിറാജ് കൂടിയാണ് കഴിഞ്ഞ മത്സരത്തിൻ്റെ ബോളിംഗ് ഏറ്റെടുത്തത്. പണ്ടും ഇങ്ങനെയായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ ഇങ്ങനെ മിന്നും ഫോമിൽ കളിക്കുമ്പോൾ എല്ലാവരും സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമേ നോക്കിക്കൊണ്ടിരിക്കും. സച്ചിൻ കളിച്ചാൽ ഇന്ത്യ ജയിക്കും, സച്ചിൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ സച്ചിൻ ഔട്ടായ ഇനിയിപ്പോൾ നോക്കണ്ട ടീമിന് മുമ്പിൽ എഴുന്നേറ്റ് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജസ്പ്രീത് ബുംറ ഇപ്പോൾ ഒരു രണ്ടാം സച്ചിനാണ്. ജസ്പ്രീത് ബുംറയെ മാത്രം അങ്ങ് ആശ്രയിക്കുകയാണ്. അത് ഇപ്പം ഈ പറയുന്ന ആരാധകരോ അല്ലെങ്കിൽ കളി കാണുന്നവരോ മാത്രമല്ല, ടീം അംഗങ്ങളും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ജസ്പ്രീത് ബുംറ കളിക്കുമ്പോൾ മറ്റ് ബോളേഴ്സ് ശ്രദ്ധിക്കുന്നത് എന്താണ്? ജെസ്സി ഭായ് കളിക്കുന്നുണ്ടല്ലോ, ജെസ്സി ഭായ് നോക്കിക്കോളും. അതുകൊണ്ട് തന്നെ ഈ പറയുന്നവർ ഓർഡിനറി ബോളിംഗ് ചെയ്യും. ജസ്പ്രീത് ബുംറ അവന് പറ്റാവുന്ന മാക്സിമത്തിൽ എറിഞ്ഞൊരു മനുഷ്യനല്ലേ, ചെയ്യാൻ പറ്റുന്നല്ലേ ചെയ്യാൻ പറ്റും. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് അങ്ങനെ ജയിപ്പിക്കാൻ പറ്റുന്നില്ല, ഒരു കൂട്ടായ ശ്രമം വേണം അല്ലേ. അതുകൊണ്ട് ഈ കണക്കുകളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണെങ്കിലും ഇതിൻ്റെ ഒരു വസ്തുത മനസ്സിലാക്കി ജസ്പ്രീത് ബുംറ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ മറ്റ് ബോളേഴ്സും കൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ഇനിയും ജസ്പ്രീത് ബുംറയെ പോലെ നല്ല ബോളേഴ്സിനെ കണ്ടെത്താനുമാണ് ഇന്ത്യൻ സെലക്ടേഴ്സും മാനേജ്മെൻറ്റും ഒക്കെ ശ്രദ്ധിക്കേണ്ടത്.